മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 15/5/1994 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പുണർദമാണ് നക്ഷത്രം. പുണർദം 1-ാം പാദം. കർക്കിടക ലഗ്നം. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ വ്യാഴം ഗുളികൻ. 5-ൽ രാഹു. 6-7 ഭാവങ്ങൾ ശൂന്യം. 8-ൽ ശനി. 9-ൽ ഭാഗ്യസ്ഥാനത്ത് കുജൻ. 10 ശൂന്യം. 11-ൽ സൂര്യൻ ബുധൻ ശുക്രൻ ശിഖി അഥവാ കേതു. 12-ൽ ലഗ്നാധിപൻ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീജാതകമാണിത്. ലഗ്നാൽ 5-ൽ രാഹു. 5-ലേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി. സന്താന ഭാഗ്യം ലഭിക്കാൻ ഒരല്പം താമസമോ ബുദ്ധിമുട്ടോ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണിത്. അങ്ങനെ തന്നെയാണത്. പൊതുവേ ലഗ്നാൽ 5-ൽ രാഹു നിൽക്കുന്നു. ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി പ്രസ്തുത 5-ലേക്ക് രാഹു നിൽക്കുന്ന ഇടത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ശനി തൻ്റെ 10-ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 5-ലേക്ക് വരുത്തുന്നു. അപ്പോൾ രാഹുവിൻ്റെ സാന്നിധ്യം അവിടെയായി, ഗുളികൻ്റെ സാന്നിധ്യം അവിടെയായി, അതുപോലെ തന്നെ ശനിയുടെ സാന്നിധ്യവുമായി. മാത്രവുമല്ല, സൂര്യൻ ബുധൻ ശുക്രൻ കേതു ഇതെല്ലാം തന്നെ 3, 6, 7 ലഗ്നാൽ 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രബല ഗ്രഹങ്ങളായിക്കോട്ടെ ഛായാഗ്രഹങ്ങളായിക്കോട്ടെ നിൽക്കുന്ന രാശിയിൽ നിന്നും 7 എന്ന് പറയുന്ന ഭാവത്തിലേക്ക് ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ 5-ാം ഭാവം, 5-ൽ രാഹു ഗുളികൻ ശനിയുടെ സാന്നിധ്യം, ഈ പറയുന്ന സൂര്യൻ ബുധൻ ശുക്രൻ കേതു ഇതിൻ്റെ എല്ലാം സാന്നിധ്യം ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ഉണ്ടാകുമ്പോൾ സന്താന ഭാഗ്യം എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. വൈകും. ശനിയുടെ ദൃഷ്ടി അത് വൈകിക്കുക തന്നെ ചെയ്യും. ഗുളികൻ തടസ്സം വയ്ക്കും. ശനി വൈകിപ്പിക്കും. രാഹു ക്ഷമയെ ഇല്ലാതാക്കും. ഇതെല്ലാം തന്നെ ഈ 5-ൽ ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം ഗ്രഹങ്ങൾ ഒക്കെ നിന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ വ്യാഴം ഭാഗ്യാധിപനായിട്ടുള്ള ഗ്രഹം, ലഗ്നാൽ 9-ൻ്റെ അധിപൻ ആയിട്ടുള്ള ഗ്രഹം വ്യാഴം ലഗ്നാൽ 4-ൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഗുളികനോടൊത്ത് രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയിൽ നല്ലതല്ല. കൃത്യമായിട്ട് 9-ാം ഭാവവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും കണിശമായും പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന ഒരു വ്യാഴത്തിൻ്റെ അവസ്ഥ തന്നെയാണത്. ലക്ഷം ദോഷോ ഗുരു ഹന്തി എന്നൊരു ചൊല്ലുണ്ട്. എന്നാൽ ആ ഗുരു തന്നെ, ലക്ഷം പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും പരിഹരിക്കാൻ തക്ക ശേഷിയുള്ള ഗുരു തന്നെ പ്രശ്നത്തിൽ നിന്നാൽ ബുദ്ധിമുട്ടാണത്. അപ്പോൾ നിർബന്ധമായും 9-ാം ഭാവം, പ്രത്യേകിച്ചും ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ ആണ് വ്യാഴം. സന്താന ഭാഗ്യം എന്നാണ് പറയാറ്, ജോലി ഭാഗ്യം എന്നാണ് പറയാറ്, വിവാഹ ഭാഗ്യം എന്നാണ് പറയാറ്. അപ്പോൾ അതെല്ലാം തന്നെ ബാധിക്കുന്നത് ഭാഗ്യാധിപൻ പ്രത്യേകിച്ചും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടിയുള്ളൊരവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യ തടസ്സം, ഭാഗ്യഹീനത എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്യുക. ലഗ്നാധിപൻ ചന്ദ്രനാണ്. 12-ൽ നിൽക്കുന്ന രാശിയിൽ നിന്നും കുജൻ തൻ്റെ 4-ാമത്തെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് വരുത്തുന്നു. നല്ലതാണ്. ചന്ദ്രനും കുജനും ഒരുമിച്ച് ഒരു രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് ശശിമംഗള യോഗമാണ്. ഇത് അത്രയ്ക്കും വരില്ല എന്നിരുന്നാൽ തന്നെയും കുജ ചന്ദ്ര ദൃഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. ഇവിടെ കുജൻ ചന്ദ്രനെയാണ് വീക്ഷിക്കുന്നത്. നല്ലത് തന്നെയാണ്. 12-ലാണ് എന്നതൊഴിച്ചാൽ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ, ശക്തനായ കുജൻ 9-ൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ജോലി സാധ്യതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലാതെയൊക്കെ ജോലിയോ അതിൻ്റെ തലപ്പത്തോ ഒക്കെ വരാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. അവിടേക്ക് 1, 2, 3, 4, 5, 6, 7 ലഗ്നാൽ 10-ലേക്ക് വ്യാഴത്തിൻ്റെ 7-ാമത്തെ ദൃഷ്ടി വ്യാഴത്തെ പ്രസാദിപ്പിച്ചാൽ
പ്രീതിപ്പെടുത്തിയാൽ അത്ഭുതങ്ങൾ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, സ്വന്തമായൊരു ഫേം, ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നതിൽ ഒക്കെ അത്ഭുതങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ 9-ാം ഭാവാധിപനെ ശക്തിപ്പെടുത്തിയെടുത്തേ മതിയാകൂ എന്ന് മനസ്സിലാക്കുക. ഈ പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് അവനവൻ തന്നെ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അല്പം മുഷിഞ്ഞേ ഗുണം കിട്ടും. അതുപോലെ തന്നെയാണ് 3, 3, 6, 1, 7. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി 8-ൽ നിൽക്കുന്നു. ശനിയുടെ ക്ഷേത്രത്തിൽ നല്ലതാണ്. അവിടേക്ക് ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണെങ്കിൽ കൂടെ 9-ാം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴത്തിൻ്റെ 5-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. നല്ലതാണ്. അല്ലാത്ത പക്ഷം ശനി അല്പം കാര്യങ്ങളെ ഹാർഡോ ടഫോ ഒക്കെ ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ അവിടെ അല്പം ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെ വ്യാഴം അതിനെ ഒരുവിധം പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഈ വ്യാഴത്തിനിവിടെ ഒരുപാട് പ്രാധാന്യമുണ്ട്. കൃത്യമായിട്ടുള്ള ദൃഷ്ടികൾ 7-ാം ഭാവാധിപനിലേക്ക്, ജോലി സ്ഥലത്തേക്കുമൊക്കെ കൃത്യമായിട്ടുള്ള ദൃഷ്ടികൾ വ്യാഴം ഇവിടെ പമ്പ് ചെയ്യുന്നുണ്ട് ചന്ദ്രനിലേക്ക്. അപ്പോൾ വ്യാഴത്തെ തന്നെ കൃത്യമായിട്ടൊന്ന് ബലപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ലക്ഷം ദോഷോ ഗുരു ഹന്തി എന്ന് പറയുന്ന ചൊല്ല് അവിടെ അന്വർത്ഥമാവുക തന്നെ ചെയ്യും. അത് നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ പുണർദമാണ് നക്ഷത്രം. ഗുരുദശയിൽ ജനിച്ചു. 2009 വരെ ഗുരു, അതിനുശേഷം 2028 വരെ ശനി, അതിനുശേഷം ബുധൻ 2045 വരെ, ശേഷം കേതു 2052 വരെ, ശേഷം ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക. അതിൽ തന്നെ ശനിയിൽ ഗുരുവാണ്. 3/12/2025 തൊട്ട് 15/6/2028 വരെ ശനിദശയിൽ ഗുരുവിൻ്റെ അപഹാരം. ഭയപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമല്ല. ശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. എന്നിരുന്നാൽ കൂടെ കുജൻ്റെ ദൃഷ്ടിയുമുണ്ട്. എന്നിരുന്നാൽ കൂടെ വ്യാഴം അതിൻ്റെ ജോലി ഒരുവിധം ചെയ്യും. അത് ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഷനിൽ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള ചിട്ടവട്ട പ്രകാരം ഉള്ള പരിഹാരങ്ങൾ എടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിപ്പിക്കാൻ തക്ക ശേഷിയുള്ള ഒരു ഗ്രഹനില കൂടിയാണിത് എന്നും തിരിച്ചറിയുക. അതുപോലെ ശനിദശയിൽ ഗുരുവിൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ ശനി 8-ൽ നിൽക്കുന്നു, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ്. വ്യാഴം 4-ൽ നിൽക്കുന്നു. വലിയ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സമയമൊന്നുമല്ല. പക്ഷേ സന്താനഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് വൈദ്യസഹായം തേടുക. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളും ഒരേ സമയം രണ്ടും കൃത്യമായിട്ട് മരുന്നും മന്ത്രവും എന്ന് ചൊല്ലില്ലേ എന്ന് പറയുന്ന പോലെ അത് ചെയ്താലേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. തുറന്നു പറഞ്ഞാൽ തന്നെ 5-ാം ഭാവത്തിൽ രാഹു അതല്ല എങ്കിൽ കേതു അതല്ല എങ്കിൽ നീചമായിട്ട് ഏതെങ്കിലും അവസ്ഥയിൽ ഗ്രഹങ്ങൾ നിൽക്കുക, ഗുളികൻ്റെ ദൃഷ്ടി, ശനിയുടെ സാന്നിധ്യം പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊരല്പം വൈകുക, ഡിലേ, ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ, പരിഹാരങ്ങൾ കൃത്യമായിട്ട് തന്നെ എടുത്തു പോയാൽ അല്പം വൈകിയാണെങ്കിലും കാര്യങ്ങൾ അനുകൂലമാകാനുള്ള സാധ്യത, പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.